അടുത്ത പ്രധാനപ്പെട്ട ഒരു വാർത്ത അത് അയോധ്യ ക്ഷേത്ര തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ്. അന്വേഷണ സംഘം പുതിയ നീക്കം നടത്തുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ 5 വർഷത്തെ ക്ഷേത്ര ട്രസ്റ്റിന്റെ മുഴുവൻ സാമ്പത്തിക ഇടപാടുകളും ഓഡിറ്റിംഗ് നടത്താനാണ് നീക്കം. ക്ഷേത്രത്തിലേക്കുള്ള സംഭാവന എന്ന പേരിൽ സ്വന്തം ബാങ്ക് അക്കൗണ്ട് QR കോഡ് ഉപയോഗിച്ചും പ്രതികൾ തട്ടിപ്പ് നടത്തിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. സ്വർണം, വെള്ളി, ഡോളർ എന്നിവയ്ക്ക് പുറമെ അറസ്റ്റിലായ 8 പേരെന്നായി 77 ലക്ഷം രൂപ കണ്ടെടുത്തുവെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു. ഒരു മാസത്തിനിടെ ഏതാണ്ട് 7.5 കോടി രൂപയാണ് പ്രതികൾ തട്ടിയെടുത്തത് എന്നാണ് കണ്ടെത്തൽ. അന്വേഷണം ഉന്നതരിലേക്ക് എത്തില്ലെന്നും ആരോപണം ഉയരുന്നുണ്ട്. 6 साल हो गए। अच्छा, नहीं किया तो नहीं है, लेकिन अब उनको आरोप लग रहा है तो वो निर्दोषी। अब सरकार से यही मांग करते हैं कि बड़े लोगों का हाथ है, बड़े लोगों का जो है पता लगाएं, जांच करें। उसके बाद में जो है दोषी उनको सजा दी जाएगी, जो निर्दोषी है उनको छोड़ा जाएगा। उनका हमारी तो यही मांग है। वैसे जी ये तो 1 महीना लगभग होने वाला है जब से जानकारी दी है सब लोगों को। अच्छा, जांच हो, फिर सही गलत का पता लगे तो वही सत्य होगा। പ്രതികളിൽ ഒരാളുടെ കുടുംബാംഗമാണ് സംസാരിച്ചതെന്നാണ് മനസ്സിലാകുന്നത്. ടി സൈത്ത് വിവരങ്ങളുമായി ചേരും. സൈത്ത്, ഓരോ ദിവസവും പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട്. ജീവനക്കാരെ കയറൂരി വിട്ടു. ആദ്യമൊക്കെ ജീവനക്കാർക്ക് യൂണിഫോം ഉണ്ടായിരുന്നു, പോക്കറ്റും ഈ പണം കടത്താൻ സാധിക്കാത്ത വിധമുള്ള യൂണിഫോമൊക്കെ ആയിരുന്നു. പക്ഷേ പിന്നീട് ഇതിൻ്റെ ഒരു ആദ്യത്തെ ചൂട് മാറിയപ്പോൾ കാര്യങ്ങൾ മാറുന്നു. അവർക്ക് എന്ത് തരത്തിലുള്ള ക്രമക്കേടുകളും കാണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഉന്നതരിലേക്ക് അന്വേഷണം എത്തണം എന്നുള്ള നിലയിലാണിപ്പോൾ കാര്യങ്ങൾ. അങ്ങനെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കണോ? രഞ്ജിത്ത്, പുതിയ കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘത്തിൻ്റെ അവർ പുറത്തുവിടുന്നത്. ഒന്ന്, അന്വേഷണ സംഘത്തിന് 15 ദിവസത്തെ കൂടി സമയം നീട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇതിനിടയിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഇതുവരെ പുറത്തു വരാത്ത ചില തെളിവുകളും കണ്ടെത്തലുകളും ഉണ്ടാവുന്നത്. അതിൽ പ്രധാനമായി ഈ പ്രതികൾ സ്വന്തം QR കോഡ് ഉപയോഗിച്ചും തട്ടിപ്പ് നടത്തി എന്നതാണ്. അതായത് ക്ഷേത്രത്തിൻ്റെ സംഭാവന എന്ന പേരിൽ സ്വന്തം QR കോഡ് പതിപ്പിച്ച ബോക്സുകൾ, ഇത്തരം മണി ബോക്സുകൾ കണ്ടെത്തി എന്നതാണ് SIT പുറത്തുവിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ തട്ടിപ്പ് വലിയ വ്യാപ്തിയിലേക്ക് കൂടി കടന്നുപോയി എന്നതാണ്. 35 ദിവസത്തിനിടയിൽ 7.5 കോടി രൂപയുടെ തട്ടിപ്പ്, ക്ഷേത്ര സംഭാവന തട്ടിപ്പ് ഇവർ നടത്തിയിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. സ്വർണവും ഡോളറും വെള്ളിയും പുറമേയുള്ള ഒരു കണക്കാണിത്. പക്ഷേ ഇതിൽ മുഴുവൻ തുകയും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 77 ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ റിക്കവർ ചെയ്തത് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അവിടെ സ്വകാര്യ കമ്പനിയുടെ സെക്യൂരിറ്റി ജീവനക്കാരുണ്ടായിരുന്നു. 400 പേരോളം വരുന്ന ഇവരിലേക്ക് കൂടി ഇപ്പോൾ അന്വേഷണം കിടക്കുന്നു എന്നതാണ്. ഒരു കാര്യം കൂടി പുറത്തു വരുന്നത്, ഇവരുടെ നിയമനത്തിലടക്കം വലിയ തരത്തിലുള്ള ക്രമക്കേട് നടന്നു എന്നതാണ്. കാരണം ആ പ്രാദേശികമായ ആളുകളെ നിയോഗിക്കുന്നതിന് പകരം പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്ന് ബോധപൂർവം വെച്ചു. അത് ഇത്തരം ഒരു തട്ടിപ്പ് നടത്താനായിരുന്നു എന്ന സംശയം കൂടി SIT നടത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിപുലമായ അന്വേഷണം നടത്തും. തീരുന്നില്ല. ഈ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ, തുടക്കം മുതൽ തന്നെ സംഭാവന ലഭിക്കുന്നുണ്ട്. അന്ന് മുതൽ തന്നെ തട്ടിപ്പ് നടന്നിരുന്നു. അതായത് കഴിഞ്ഞ 5 വർഷത്തെ ക്ഷേത്രത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ, ഈ ഡോളറുകളും സ്വർണവും വെള്ളികളും അടക്കമുള്ള അതിൻ്റെ ഒരു പൂർണ്ണമായ ഓഡിറ്റിംഗ് നടത്താൻ കൂടിയാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. ആ തരത്തിലാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നത്. ഇതിനിടയിലാണ് അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നില്ല എന്ന ആക്ഷേപം കൂടി ഉയരുന്നത്. എന്തായാലും ഇത് അങ്ങേറ്റം നാണക്കേടുണ്ടാക്കിയ സാഹചര്യത്തിൽ അയോധ്യയിലെ ക്ഷേത്ര തട്ടിപ്പ് സംബന്ധിച്ച പഴുതില്ലാത്തൊരു അന്വേഷണം നടത്തണമെന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. RSS അടക്കം ഈ വിഷയത്തിൽ പഴുതടച്ചുകൊണ്ടുള്ള കുറ്റക്കാരെ ആരെയും വെറുതെ വിടില്ല എന്ന് ഉറപ്പുകൂടി നൽകിയിരുന്നു. സ്വാഭാവികമായും ആ രീതിയിലേക്ക് അന്വേഷണം കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒപ്പം ഈ SBI അടക്കം ബാങ്ക് അധികൃതരടക്കം ഈ തട്ടിപ്പിൽ പങ്കാളികളായിട്ടുണ്ടോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. അതാണ് പ്രധാനപ്പെട്ട വിവരം. ഒപ്പം ഈ UPയിലെ ചില രാഷ്ട്രീയ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടും ചില വിവാദങ്ങൾ ഉയരുന്നുണ്ടല്ലോ. യോഗി ആദിത്യനാഥ് ഈ വിഷയത്തിലെടുക്കുന്ന നിലപാടുമായി ബന്ധപ്പെട്ട്. ഒപ്പം RSSന്റെ പ്രതികരണം ഇന്നലെ വന്നിരുന്നു. കുറ്റക്കാർ സംരക്ഷിക്കപ്പെടരുത് എന്നാണ് RSS പറയുന്നത്. ഇതൊക്കെ BJPയെയും വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടല്ലോ സൈത്ത്. അതെ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ UP സർക്കാരും കേന്ദ്ര സർക്കാരും 2 തട്ടിലേക്ക് നീങ്ങുന്നു എന്നതാണ് സാഹചര്യം. അതായത് അയോധ്യയിലെ ക്ഷേത്രക്കൊള്ളയിൽ സംസ്ഥാന സർക്കാരിനെ പൂർണ്ണമായും പഴിചാരുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു എന്നൊരു വാദം ഉയരുന്നുണ്ട്. അതേസമയം ഈ ക്ഷേത്ര ട്രസ്റ്റും ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനവും പൂർണ്ണമായും ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, അതിൽ കേന്ദ്ര സർക്കാരിനാണ് അതിൻ്റെ ബാധ്യത എന്ന വാദം ഉയരുന്ന മറുവിഭാഗവുമുണ്ട്. ഈ തരത്തിലേക്ക് കൂടി ഒരു തർക്കമായി കൂടി മാറുകയാണ്. നമുക്കറിയാം BJPയിലെ ഇരു ചേരികളുടെ ഒരു ഏറ്റുമുട്ടൽ കൂടി
കൂടി അതിൻ്റെ ഒരു ചേരി നീക്കം കൂടി ഇതിൻ്റെ ഭാഗമായി പ്രകടമാകുന്നുണ്ടോ എന്ന കാര്യം യോഗി ആദിത്യനാഥ് ഒരു വശത്തും പ്രധാനമന്ത്രിയും ഒപ്പം തന്നെ യോഗി ആദിത്യനാഥും RSSും ആ രീതിയിൽ ഒരു വശത്ത് നിൽക്കുന്നു, മറുവശത്ത് നരേന്ദ്രമോദിയും ഒപ്പം തന്നെ അമിത്ഷായും അടങ്ങുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികളും. ഈ രീതിയിലേക്ക് ഇത് പോകുന്നു എന്ന പ്രധാനപ്പെട്ട നീക്കം കൂടിയാണ് വരുന്നത്. എന്തായാലും SITക്ക് മേൽ കൂടുതൽ സമയം കൂടി കിട്ടുമ്പോൾ പഴുതടച്ച് ആ രീതിയിൽ കൂടി അന്വേഷണം നടക്കുമോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ഈ വിഷയത്തിൽ കാര്യമായ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് RSSന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. എന്തായാലും കൂടുതൽ ഹിന്ദു സംഘടനകളടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിപ്പോൾ രംഗത്ത് വരുന്നുണ്ട് എന്നതാണ് സാഹചര്യം. കാരണം അവരെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ, വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായ ഒരു ക്ഷേത്രത്തിലാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ജാഗ്രത കുറവുണ്ടായത് എവിടെയാണ് എന്ന പ്രധാനപ്പെട്ട ചോദ്യം. ചമ്പത് റായിയെ പലവട്ടം ചോദ്യം ചെയ്തെങ്കിൽ കൂടി എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന ചോദ്യം, ഇങ്ങനെ പലതരത്തിൽ എന്തുകൊണ്ട് ഉന്നതരിലേക്ക് പോകുന്നില്ല എന്ന ചോദ്യത്തിന് കൂടി SIT ഉത്തരം പറയേണ്ടി വരും. ശരി.